നമസ്കാരം, ദീപാലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണ ഇങ്ങനെ ഇത് കുളമ്പെന്ന് പറയും. കൈ വിരലുകൾ ചുരുട്ടിയല്ല, അതിൻ്റെ കൈയുടെ മുട്ട് കൊണ്ട് ഉള്ളൊരു പഞ്ച്. എവിടെയാണ് പഞ്ച് ചെയ്ത് നേർ പഞ്ച്. രണ്ടാമത് ഞങ്ങൾ കൈ തള്ളി വെച്ച് ഗ്രോയിൻ അടിച്ച് പൊക്കിയ, ഗ്രോയിൻ അടിച്ച് മേൽപോട്ട് വലിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ്, ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്ന മാംസം താടിയസ്ഥിയുടെ അവിടെ മാംസം നിൽക്കുന്ന അവിടെയാണ് തട്ടുന്നത്. കൈ കൊണ്ടെടുത്ത് ഏറിയ തട്ടിയിട്ട് നമ്മളിവിടുന്ന് വാരി പൊക്കിയിട്ട് നേരെ നെഞ്ചിന് കുളമ്പ്, നെഞ്ചിന് കൊണ്ട കയറ്റിയ. ഇതാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാവുന്ന വെട്ടുകൈ പ്രയോഗം. അത് ഫാസ്റ്റായിട്ട് ചെയ്യാവുന്നത് അടിച്ച് നമ്മൾ ഈ പഞ്ച് ചെയ്യും, അടിച്ച് ഇത് ഗ്രോയിൻ അടിച്ച് മാന്തി ഇങ്ങനെ ഇങ്ങനെ തട്ടല്ല, പുറം കൈക്ക് തട്ടല്ല, ഇത് വാരി പിടിച്ച് പൊക്കിയേ. അത് ശ്രദ്ധിച്ചോണം. വാരി മേൽപോട്ട് പൊക്കിയിട്ടാണ് നമ്മൾ ഈ പഞ്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരെണ്ണം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ താടിയസ്ഥി, കിറികോടൻ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. നമുക്ക് കിറികോടി പോകും. അടിച്ചേ തടുത്തിട്ട് ഇവിടെ കൊണ്ടൊരിടി, ഈ താടിയുടെ ഇവിടെ സൈഡിലൊരു ഇടി, ആ ഇടിക്ക് കിറികോടി പോകും. രണ്ടാമത് നമ്മൾ അതത്ര വേദന ഉണ്ടാകുമ്പോൾ തിരിഞ്ഞ് വന്നിട്ട് നമ്മൾ ഗ്രോയിനൊരു അടി വെച്ചെടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ പഞ്ച് ചെയ്യണം. ചുരുട്ടിയല്ല, മുട്ട് കൈക്ക് കുതിരക്കുളമ്പെന്ന് പറയും. ഇതാണ് ഇടി. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കണം. അടിച്ചേ അടിച്ചേ, ഞാൻ കയറണ്ട, ഇറങ്ങി പോട്ടെ. 1 തട്ടി ഉടനെ തിരിഞ്ഞതേ പാമ്പിൻ്റെ പത്തി പോലെ ഇത് അടിച്ച് കയറ്റണം. അടിച്ച് കയറ്റിയിട്ട് ഇറങ്ങിക്ക് പഞ്ച് ബ്ലോക്ക് കൊള്ളാതെ ഇരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കൊള്ളിച്ച് കാണിക്കണമെങ്കിൽ നേരെ ബ്ലോക്ക് ചെയ്യണ്ട, ഇവിടെ അടി പഞ്ച് ഇവിടെ അങ്ങോട്ട്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അടിച്ചേ 1 2 3 4. ഒന്ന് കയറത്തില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ മധ്യഭാഗത്ത് കൈവച്ചാൽ അങ്ങോട്ട് തള്ളി വരാനൊരു ഈർച്ചയാണ്, നമ്മുടെ നെഞ്ചിൻ്റെ ഈർച്ചയാണ്. അതിനാണ് നമ്മൾ പറഞ്ഞാൽ കൈ കയറി നോക്കിയേ. അങ്ങോട്ട് കീറി വരാനൊരു എനർജി കുറവാണ്. അതുപോലെ അത് പറയുന്നുണ്ട്, അടിച്ചേ ഇതിങ്ങനെ ഒന്ന് നേരെ ഒന്ന് കൈ കൊണ്ട് തന്നാൽ മതി. അടിച്ചേ ഇങ്ങനെ കൈ കൊണ്ട് തന്നാൽ മതി. അപ്പോൾ നമ്മളൊരു അറിയാതെ നമ്മുടെ ശരീരം ബാക്കിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ ഈ പഞ്ച് ചെയ്യണത്. ഒന്നുകൂടെ നോക്കണം. 1 2 3. ഇറങ്ങി ബ്ലോക്ക് ചെയ്തു, സൈഡ് ഇറങ്ങി കൈക്ക് ബ്ലോക്ക് ചെയ്യണം. ഇടികൊള്ളു. 1 ബ്ലോക്ക്. സെയിം ഞാൻ ഈ ടെക്നിക്ക് അങ്ങോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നോക്കാം. 1 തിരിച്ച് ബ്ലോക്ക് പഞ്ച്. ഇത് ഈ കൈ ഇങ്ങനെ ഇവിടെ ഇതിങ്ങനെ നിൽക്കാല്ലേ, താത്തിയിട്ട് വെട്ടാം. ഒളിഞ്ഞു വെട്ടെന്ന് പറയും ഇതിന്, ഒളിഞ്ഞു വെട്ടെന്ന് പറയും കേട്ടാ. ഒന്നുകൂടെ നോക്കാം. 1 2 3 4 5 6. അപ്പോൾ തിരിഞ്ഞ് നമുക്കും ചെയ്യാം. പ്രയോഗം രണ്ടുപേരും അഭ്യാസിയായിട്ട് കണ്ട് പഠിക്കണം. ഓക്കെ, ഒന്നുകൂടെ 1 വെട്ടെപ്പോഴും ചെല്ലാൻ നേരം നോക്കണം. ഇതിവിടെ മുഴപ്പില്ലേ, ഇതിനാണ് അത് ചെറുതായിട്ട് താന്ന് കൊടുത്താൽ മതി, സൗണ്ട് പോകും. അപ്പോൾ അതാണ് ചോദിക്കണം. പ്രത്യേക 1 2 3 4 5. ഒന്നുകൂടെ സ്ലോയിലാണ് കാണിച്ചു കൊടുക്കുന്നത്. 1 തടുത്ത് ഇവിടെ തടുത്ത് അല്ലേ, തിരിഞ്ഞ് ബ്ലോക്ക്. ഇത് വേണ്ട ബ്ലോക്ക്, ഇത് വാരിയാണ് കൊടുത്ത് അടിച്ചത്. പഞ്ച് ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഒരടി അടിച്ച ഒരാളെ ഇടിച്ചാലും എങ്ങനെ അടിച്ചാലും ഇത് ബ്ലോക്ക് ചെയ്യാം. 1 2 3 4 5. മനസ്സിലായല്ല? ഈ കൃത്യമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലത്തെ ഒരുപാട് വിദ്യകൾ കളരിയിലുണ്ട്. അത് നമ്മൾ ആഴ്ചയിൽ കാല് ചെയ്യും, മെയ്പ്പൈറ്റ് ചെയ്യും, അടിത്തടല പഠിപ്പിക്കും, വടിത്തല്ല് കെട്ടുതാരി പഠിപ്പിക്കും, ചെറുവഴിയുടെ തട്ടിയ കൊത്തി അടിച്ചു വെട്ടി, അതൊക്കെ വെട്ടിയണച്ച് കൊത്തിക്കയറി, ഇതെല്ലാം നമ്മൾ
വടി വീശാനെല്ലാം ഒരാഴ്ച നമ്മൾ ദിവസം കണ്ടിട്ട് നമ്മളൊന്ന് പഠിക്കാം. പഴയ പോലെ നമ്മളെ കാലും മെയ്യും മാത്രം പഠിച്ചാൽ ഇന്ന് കളരിയിൽ പിള്ളേരെ കിട്ടത്തില്ല. അപ്പം നമ്മളിങ്ങനെയുള്ള പ്രയോഗങ്ങൾ മധ്യ കേരളത്തിലുള്ള ടെക്നിക്കാണ് കുറേ ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്. മധ്യ കേരളത്തിലുള്ള അടിത്തട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് വടക്കം പഠിച്ച ഒരു സംശയം ഇത് കളരിയിലുള്ളതാണെന്ന്. ഇത് മധ്യ കേരളത്തിലെ അടിത്തട്ടിലാണ് ഇതെല്ലാം. 12, 13 കൂട്ടച്ചോട് അറിയാം. അതുപോലെ ഒറ്റച്ചോട് ഒരുപാടുണ്ട്. അതുപോലെ ഇതിന് ഇടംപിരി വലംപിരി എന്ന് 2 ചോട് ഇളക്കി ഈ കൂട്ടച്ചോടും ഒറ്റച്ചോടും അല്ലാത്ത കുറേ ഉണ്ട്, ചുവടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് മധ്യ കേരളത്തിൽ കളഞ്ചോട്ടെന്ന് പറയും, തെക്കൽ ചുവട് ഒറ്റച്ചോടെന്ന് പറയും, കൂട്ടച്ചോടെന്ന് പറയും. അപ്പോൾ നമ്മൾ എവിടെ അഭ്യാസം കണ്ടാലും നമ്മളത് പഠിക്കാറുണ്ടായിരുന്ന ഒറ്റ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ആശാനാകാൻ വേണ്ടി തന്നെയാണ്. ഒരു 10 പിള്ളേരെ പഠിപ്പിക്കണമെന്ന് കണ്ടിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ തെക്ക് വടക്കോടി അല്ലെങ്കിൽ അത്ര കഠിനാധ്വാനം ചെയ്ത് പഠിക്കാൻ കഴിയും. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചിട്ട് എവിടെയെങ്കിലും പോയി എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഞങ്ങൾ ആദ്യമേ കളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ സ്ഥാപനം. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കളരി എണ്ണം കുറവുള്ള നാടാണ് ആലപ്പുഴ ജില്ല. അതുപോലെ തന്നെ അപ്പം ഞങ്ങൾക്കൊരു വാശിയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇതെവിടെയെങ്കിലും പോയി ഒന്ന് പഠിക്കണം. അങ്ങനെ ഒരുപാട് ആശാന്മാരെ പ്രധാനപ്പെട്ട ഒരു ആശാൻ എൻ്റെ ഇസ്മേലിക്കയാണ്. ഇസ്മേലിക്ക എനിക്ക് ഒരുപാട് വിദ്യകൾ ഇങ്ങനെ പകർന്നു തന്നിട്ടുണ്ട്. നല്ല കഴിവുള്ളൊരു ആശാനാണ്. അതുപോലെ ലാലാശാൻ, പുഷ്പരാജി, സിൽവസ് ആശാൻ ഒരു പ്രധാനപ്പെട്ട ആശാൻ. അങ്ങനെ ഒരുപാട് ആശാന്മാരെ നമ്മുടെ ഈ പ്രായത്തിൽ പോയി കണ്ടെത്തുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് ഞാൻ നിർത്തി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടായ്മ കൊണ്ടാണ്, എൻ്റെ പിള്ളേരുടെ കഴിവ് കൊണ്ടാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ആയത്. ഇനി ഒരുപാട് വിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, കൈയും കാലും ഒരു മിഷ്യം പോലെ ആക്കിയെടുക്കണം. അതിൻ്റെ പ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ അമർച്ചയിലിരിക്കുക, അടിച്ചു വെട്ടി, ഇടത് കൊണ്ടടിച്ച് വലത് അടിച്ച് കിക്ക് ചെയ്ത് കാല് മടക്കടിച്ച്, ഇത്ര സാധനം ഇടതും വലതും നമുക്ക് ഇത്രയും വൃത്തിയാക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കാല് പൊങ്ങി ചെല്ലണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതല്ല കൈയും കാലും നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ പൊങ്ങിയ അഭ്യാസം അത്ര ഇറക്കണമെന്നില്ല. അപ്പോൾ ഏത് സൈഡിലേക്കും നിന്ന് നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മുടെ നിരന്തരമുള്ള അധ്വാനമാണ്, അത് നമ്മുടെ കഴിവാണ്, അത് അഭ്യാസത്തിൻ്റെ കഴിവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചവിട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ മറ്റുള്ള കലകൾ പഠിച്ചിട്ടുണ്ട്. ഇല്ല, കളരിയിൽ നിന്ന് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള നല്ല അഭ്യാസം കണ്ട് നമ്മൾ പഠിച്ചത്. നല്ല ആശാന്മാരത്ത് എല്ലാ നേരത്താണ് നമ്മൾ ഇന്നലെ പഠിച്ചതെന്ന് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ അഭ്യാസം നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഞാൻ പറയാം ഒരു കാര്യം, എവിടെ വിദ്യ കിട്ടിയാലും ഇതിനോട് താല്പര്യമുള്ളവർ ഒരു ആശാനാകുന്ന ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കുമെങ്കിലും തീർത്തും അഭ്യാസം പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു ആശാനായിരിക്കണം. അല്ലാതെ നമ്മൾ അവരെ കള്ളത്തരം പറഞ്ഞ അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കള്ളത്തരം പറഞ്ഞ അല്ലെങ്കിൽ അതാണ് ഇനി കുറേ നാൾ കഴിഞ്ഞ് പിന്നെ പഠിപ്പിച്ചു തരാം എന്നുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉള്ള കാരണം ഞാൻ പറഞ്ഞത്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു നീ ഇത് ആശാന്റെ ഗുരുക്കന്മാരുടെ മുമ്പിൽ വന്നാലേ നല്ല വിദ്യകൾ കിട്ടുന്നു. ഞാൻ അങ്ങനെ പോയി ഒരുപാട് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. വിദ്യകൾ എന്നെ പഠിപ്പിക്കാതെ ഒരുപാട് ആശാന്മാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കാർക്കും അത് സംഭവിക്കരുത്. എനിക്ക് സംഭവിച്ചിരിക്കട്ടെ, അത് സംഭവിക്കരുത്. അതാണ് ഞാൻ നിങ്ങളുടെ വീണ്ടും പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.